ദുബായിലേക്കുള്ള എൻ്റെ ആദ്യ യാത്ര. കൂട്ടുകാരുമൊത്ത് കാറിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് ലക്ഷ്യമാക്കി ഞാൻ പാഞ്ഞുകൊണ്ടിരുന്നു. റോഡിൽ ഒട്ടും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണെന്നറിയില്ല, ഞാൻ ഉടൻ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുന്നിലെത്തി. എൻ്റെ ചുവന്ന പെട്ടിയുമായി ഞാൻ ക്യൂവിൽ നിൽപ്പുണ്ട്. അങ്ങിങ്ങ ഒരുപാട് പേർ പല പല നിറത്തിലുള്ള പെട്ടികളുമായി ക്യൂ നിൽക്കുന്നു. സൈക്കഡിക് ലൈറ്റുകൾ എന്നെ വളരെയധികം വ്യത്യസ്തനാക്കിയ ഒരു എയർപോർട്ടായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ട്. മഴയുള്ളതുകൊണ്ടാണെന്നറിയില്ല, അക്കച്ചിയും അമ്മച്ചിയുമെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അവരെല്ലാം ആ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു എന്ന്. മുന്നിൽ നടന്നു പോയിരുന്ന മൊട്ടയെ ഞാൻ അതീവമായി ശ്രദ്ധിച്ചു. കയ്യിൽ കിട്ടിയ ലോട്ടറി ടിക്കറ്റാണെന്ന് കരുതിയ ടിക്കറ്റുമായി ഞാൻ ബസ്സിൽ കയറി. അതാണ് ബോർഡിംഗ് ബോക്സ് എന്ന് ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. നമ്മുടെ നാട്ടിലെ KSRTC ഷിഫ്റ്റ് പോലൊരു ബസ്, പക്ഷേ സീറ്റുകൾ കുറവായിരുന്നു. പാസ്പോർട്ട് എടുത്തത് എന്തിനാണെന്നറിയാത്ത ഞാൻ ഇന്നാണ് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയത്. അതുമായി ഞാൻ വിമാനത്തിനരികിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. വിമാനത്തിൻ്റെ ചിറകുകൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെ കിളിപോയി. ആകാശത്ത് മാത്രം കണ്ടിരുന്ന വിമാനമായിരുന്നു അത്. ചുവന്ന കളറുള്ള നീളത്തിലുള്ള ഒരു വ്യത്യസ്തമായ വാഹനം. ഞാൻ അതിലേക്ക് കയറുവാൻ ആകാംക്ഷയോടെ അടുത്തു ചെന്നു. പെട്ടി നിറത്തിന് കണക്കിലുള്ള ലുലുവിൻ്റെ എന്തോ ഒരു കണ്ടെയ്നർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അതും വിമാനമാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു. പിന്നീടാണ് വാതിലുകൾ പൊടുന്നനെ തുടർന്നത്. വിമാനത്തിനരികിലേക്കുള്ള എൻ്റെ സ്വപ്നയാത്ര. വലതുകാലെടുത്തു വെച്ച മുന്നിൽ നടന്ന അക്കച്ചിയുടെ കൂടെ ഞാനും നടന്നു നീങ്ങി. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ദേ നോക്കുമ്പോൾ ആ മൊട്ട അതിനകത്തിരിക്കുന്നു. അയാൾ ഇതിൻ്റെ ഡ്രൈവറാണ്. അവിടെ ഞാൻ വളരെ വ്യത്യസ്തമായൊരു കാഴ്ച കണ്ടു. വിമാനത്തിൽ പെട്രോൾ അടിക്കുന്ന യുവാവ്. അത് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിലുള്ള ബോർഡിംഗ് പാസുമായി ഞാൻ മൊട്ടയുടെ അടുത്തേക്ക് നീങ്ങി. ഏതോ ഒരു ഹിന്ദിക്കാരൻ അതെടുത്ത് വായിച്ചു. എൻ്റെ പേരാണെന്ന് തോന്നി. കയറിക്കോളാൻ പറഞ്ഞപ്പോൾ മനസ്സിൽ സന്തോഷം. 18ാം പടി കയറുന്ന പോലെ ഞാൻ ആ പടികൾ നടന്നു കയറി. ഉള്ളിൽ ബഹുമാനവും അതിലേറെ എൻ്റെ ക്യൂരിയോസിറ്റിയും. ആദ്യമായി തന്നെ കണ്ട കാഴ്ച എൻ്റെ മനസ്സിനെ കുളിരണിയിപ്പിച്ചു. അക്കച്ചി എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഞാൻ അക്കച്ചിയെ മൈൻഡ് ചെയ്തു. എൻ്റെ സീറ്റിലേക്ക് നടന്നു നീങ്ങുവാൻ പറഞ്ഞപ്പോൾ ഞാൻ നടന്നു നീങ്ങി. അതാ നിൽക്കുന്നു നമ്മുടെ ട്രെയിൻ കടന്നു പോകുവാൻ പച്ചക്കൊടി കാണിക്കുന്ന പോലെ. ഇവിടെ ലൈറ്റാണെന്നുള്ള വ്യത്യാസം മാത്രം. വിമാനം നീങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിൽ അല്പം പുകച്ചിലുണ്ട്. എന്നാലും വിമാനത്തിൻ്റെ യാത്ര ഞാൻ ആസ്വദിക്കുവാൻ പോവുകയാണ്. ക്യാമറ അനങ്ങാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചെങ്കിലും അല്പം ഷേക്കിങ്ങോടുകൂടി ഞാൻ ആ വിഷ്വൽസ് കവർ ചെയ്തു. വിമാനം ഇപ്പോൾ തന്നെ പൊങ്ങും, അതാണ് എൻ്റെ പ്രതീക്ഷ. വ്യത്യസ്തമായ നിറങ്ങളുള്ള വർണ്ണങ്ങളുള്ള ലൈറ്റുകൾ, ആകാശത്തു നിന്നും താഴോട്ട് നോക്കുന്ന പോലെയുള്ള അനുഭൂതി. വിമാനം പൊടുന്നിനെ നീങ്ങിയപ്പോൾ പൊട്ടുപൊട്ടായി കണ്ടിരുന്ന നഗരത്തിൻ്റെ കാഴ്ച. ഇപ്പോഴാണ് എന്താണ് കൊച്ചി. നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഞാനാണ് വലിയവനെന്ന്. പക്ഷേ വിമാനത്തിലിരിക്കുമ്പോൾ കൊച്ചി ചെറിയവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഒടുവിൽ ദുബായ് എന്ന നഗരത്തിൻ്റെ വ്യത്യസ്തമായ ഒരു രൂപം ഞാൻ കണ്ടു. ഷാർജ എയർപോർട്ട്. അവിടെ വന്നിറങ്ങി. കേരളവുമായി ബന്ധിപ്പിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു നഗരമാണിത്. അവിടെ കണ്ട എയർപോർട്ടുകളുടെ സിസ്റ്റമോ മറ്റൊന്നും തന്നെയായിരുന്നില്ല ഇവിടെ. ഒടുവിൽ അച്ചാറുകുപ്പികൾ നിറഞ്ഞ എൻ്റെ പെട്ടിക്ക് വേണ്ടി ആകാംക്ഷയോടെ ഞാൻ കാത്തിരുന്നു. പെട്ടി കിട്ടിയ ഉടനെ ഞാൻ പുറത്തോട്ടിറങ്ങി. ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഒരു ഉദ്യോഗാർത്ഥി വന്ന എന്നെ വണ്ടിയിൽ കയറ്റി എൻ്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ നിന്നും മദ്യപാനം നിർത്തി നന്നാവണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരു സ്ഥലം. പൊടുന്നനെ സത്യമൊന്ന് പറയട്ടെ, ഞാൻ കയറിയത് വ്യത്യസ്തമായ ഒരു സ്വർഗത്തിലേക്കായിരുന്നു. ഈ സ്വർഗം വല്ലാത്തൊരു സ്വർഗമായിപ്പോയി. വ്യത്യസ്ത നിറത്തിലുള്ള വർണ്ണങ്ങളുള്ള കുപ്പികൾ നിറഞ്ഞ പ്രീമിയം സെല്ലാർ എന്ന UAE-യിലെ ഏറ്റവും വലിയ ഒരു മദ്യവിൽപ്പനശാല. ഒരുപാട് പെൺകുട്ടികളും മറ്റനവധി ജോലിക്കാരും നിറഞ്ഞ ഈ മദ്യവിൽപ്പനശാലയിലാണ് ഇനി മുതൽ ഞാൻ. വല്ലാത്തൊരു അനുഭൂതിയാണത്. കുപ്പികൾ കണ്ട ഞെട്ടലോടെ ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ മാത്രമാണ് ഞാൻ AC കണ്ടത്. പിന്നെ ഇവിടെ വന്നാണ് ഞാൻ ആദ്യമായി AC കാണുന്നത്. വ്യത്യസ്തമായ ഒരു മുറി. എനിക്കായി ഒരു കട്ടിൽ, ഒരു കക്കൂസ്.